പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നത് ഇറാനാണ്. ഇറാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങളെക്കാൾ കൂടുതലാണ് ഇറാനിൽ പതിച്ച ബോംബുകളുടെ എണ്ണം. ഏറെ നാശനഷ്ടമുണ്ടായെങ്കിലും യുദ്ധത്തിൽ ഒരിക്കലും അവർ മുട്ടുമടക്കിയില്ല. കാരണം യുദ്ധം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ജനതയും ഭരണകൂടവുമാണ് ഇറാനിലേത് എന്നത് തന്നെ. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇറാനെ യുദ്ധം ബാധിച്ചിരുന്നില്ല. ആയുധവും സാങ്കേതിക സഹായവും ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ വെടിനിർത്തൽ എന്ന ശുഭോന്മുഖമായ അവസ്ഥയ്ക്കൊപ്പം കൊണ്ടുവന്ന നാവിക ഉപരോധം ഇറാൻ സാമ്പത്തിക വ്യവസ്ഥയുടെ നടുപൊടിക്കുന്നതാണ്. എണ്ണ വാങ്ങാൻ ഇറാൻ തുറമുഖത്തേക്ക് കപ്പലുകൾക്ക് വരാനോ എണ്ണയുമായി ഇറാൻ തുറമുഖത്ത് നിന്ന് ഹോർമൂസ് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് പോകാനോ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ. അമേരിക്കൻ ഉപരോധം ഇറാൻ തുറമുഖത്ത് നിന്നുള്ള ചരക്ക് കയറ്റത്തിന് മാത്രമാണ് ബാധകം. പക്ഷേ ഇറാന്റെ അനുമതിയോടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണയും വാതകവുമായി കപ്പലുകൾ ഹോർമൂസ് കടന്നു പോകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ ടോൾ പിരിക്കാൻ തുടങ്ങിയതായി ആധികാരിക വിവരം ലഭിച്ചിട്ടുമില്ല. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര ജലപാതകളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കാനുള്ള ഇറാന്റെ ഒരു ശ്രമവും അംഗീകരിക്കില്ല എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ അനുമതി നേടിയോ അവർക്ക് പണം നൽകിയോ കടലിടുക്ക് തുറക്കുന്നത് അംഗീകരിക്കില്ല. അത് കടലിടുക്ക് തുറക്കൽ അല്ല എന്നും റൂബിയോ പറയുന്നു. അത്തരമൊരു സംവിധാനം അസ്വീകാര്യമായിരിക്കും. അന്താരാഷ്ട്ര ജലപാതകളാണ്, അതുപയോഗിക്കാൻ പണം നൽകണം എന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നും റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് പ്രതിസന്ധി കഷ്ടത്തിലാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളെയും കൂടിയാണ്. കിട്ടുന്ന അവസരത്തിലെല്ലാം അവർ ആ ആശങ്ക വിളിച്ചു പറയുകയാണ്. ഹോർമൂസിനെ ചൊല്ലി ഉടലെടുത്ത പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ ഇറാൻ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞിട്ടുണ്ട്. നിലപാടിൽ ഇറാൻ സമൂലമായ മാറ്റം സ്വീകരിക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ നാവിക ഉപരോധത്തോടെ ആകെ പെട്ടിരിക്കുകയാണ് ഇറാൻ. എണ്ണ ഉൽപാദനം നിർത്താനുമാകില്ല, ഉപരോധം മൂലം കയറ്റുമതിയും സാധ്യമല്ല എന്ന അവസ്ഥ. ഒരു വശത്ത് എണ്ണക്കിണറുകൾക്ക് കേടുപാട് വരാതെ ഉൽപാദനം നിർത്താൻ കഴിയാത്ത അവസ്ഥ, മറുവശത്ത് നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളെ തുടർന്ന് എണ്ണ കയറ്റുമതി നിശ്ചലമായ സ്ഥിതി. ഇതോടെ ഇറാനിൽ അസംസ്കൃത എണ്ണ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ ആകെയുള്ള എണ്ണ ഉൽപാദനത്തിൽ 90% സംഭാവന ചെയ്യുന്നത് ഗാർഗ് ദ്വീപാണ്. 30 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ സംഭരിക്കാൻ ശേഷിയുള്ളതും ഗാർഗ് ദ്വീപിനാണ്. പക്ഷേ എണ്ണ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് സംഭരണശേഷിയുടെ പരമാവധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ US-ന്റെ നാവിക ഉപരോധത്തെ തുടർന്നാണ് ഈ സ്ഥിതി ഉണ്ടായത്. തൽക്കാലം പഴയ ഉപേക്ഷിച്ച കപ്പൽ സംഭരണിയാക്കാനാണ് ഇറാന്റെ ശ്രമം. അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ട എണ്ണ കടലിൽ തന്നെ ഒരു ടാങ്കറിൽ സൂക്ഷിക്കാനാണ് പദ്ധതി. ഇതിനായി 30 കൊല്ലം പഴക്കമുള്ള നഷ എന്ന ഓയിൽ ടാങ്കറിനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാർഗിലെ എണ്ണ സംഭരണ ശേഷി വർദ്ധിപ്പിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാലങ്ങളായി ഉപയോഗിക്കാതെ കിടന്നിരുന്ന കപ്പലാണ് നഷ. കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത അസംസ്കൃത എണ്ണ ഇതിലേക്ക് മാറ്റാനാണ് ആലോചന എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് താൽക്കാലികമായ പരിഹാരം മാത്രമാണ്. 13 മില്യൺ ബാരൽ എണ്ണ കൂടി സംഭരിക്കാനുള്ള സംവിധാനങ്ങളെ ഇറാനിൽ അവശേഷിക്കുന്നുള്ളൂവെന്ന് മാരിടൈം വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് 1 മില്യൺ മുതൽ 1.1 മില്യൺ ബാരൽ എണ്ണയാണ്. ഈ നിരക്ക് വെച്ച് നോക്കുമ്പോൾ 12 മുതൽ 13 ദിവസത്തിനകം സംഭരണികൾ നിറയും. ഏപ്രിൽ 16-ാം തീയതി ഗാർഗ് ദ്വീപിൽ നിന്ന് 5 മില്യൺ ബാരലുകൾ 3 ടാങ്കറുകളിലേക്ക് മാറ്റുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ മാരിടൈം ട്രാക്കർ പ്ലാറ്റ്ഫോമായ ടാങ്കർ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരുന്നു. സംഭരണശേഷി പരമാവധിയിൽ എത്തുന്നതോടെ ഇറാനെ കാത്തിരിക്കുന്നത് വൻ പ്രതിസന്ധിയാണ്. സംഭരിക്കാൻ സംവിധാനമില്ലെങ്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനാവില്ല. എണ്ണ കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ ഊന്നി നിൽക്കുന്ന ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാകും. ഇറാന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരും. സംഭരണ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത പക്ഷം ഇറാന് എണ്ണക്കിണറുകൾ അടയ്ക്കേണ്ടതായി വരും. ഇങ്ങനെ പൊടുന്നനെ അടയ്ക്കുന്ന പക്ഷം എണ്ണക്കിണറുകൾക്ക് അവയുടെ സന്തുലനാവസ്ഥ നഷ്ടമാകുകയും വെള്ളം കയറുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ വെള്ളം കയറുന്നത് എണ്ണക്കിണറുകളുടെ ദീർഘകാല ഉൽപാദനക്ഷമതയെ ബാധിക്കും. എണ്ണ ഉൽപാദനം നിർത്തലാക്കുന്നത് സങ്കീർണവും പലപ്പോഴും മാറ്റാനാവാത്തതുമായ ഒരു പ്രക്രിയയാണ്. ഇത് ഒരു വാട്ടർ ടാപ്പ് ഓഫ് ചെയ്യുന്നത് പോലെയല്ല. എണ്ണ സംഭരണികൾ വിശാലമായ ഭൂഗർഭ കുളങ്ങളല്ല, മറിച്ച് ഹൈഡ്രോ കാർബണുകൾ കൊണ്ട് കുതിർന്ന സുഷിരങ്ങളുള്ള പാറ രൂപങ്ങളാണ്. വാതകത്തിന്റെയും ജലത്തിന്റെയും ചുറ്റുമുള്ള ഭൂമിശാസ്ത്രത്തിന്റെയും മർദ്ദത്താൽ അവ ആ സ്ഥാനത്ത് നിലനിർത്തപ്പെടുന്നു. എണ്ണ ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ഈ സൂക്ഷ്മമായ മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചായിരിക്കും എണ്ണ വേർതിരിച്ചെടുക്കൽ.
പെട്ടെന്ന് കിണറുകൾ അടയ്ക്കുന്നത് ഈ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു. ഉൽപാദനം നിർത്തുന്നത് താഴെ നിന്ന് വെള്ളം റിസർവോയറിലേക്ക് ഉയരാൻ ഇടയാക്കും. എണ്ണ നിറഞ്ഞ പാറയിലേക്ക് വെള്ളം ഒരിക്കൽ കടന്നുകൂടിയാൽ അത് ശാശ്വതമായി കുടുങ്ങിപ്പോകും. ഒടുവിൽ വീണ്ടെടുക്കാൻ കഴിയുന്ന എണ്ണയുടെ അളവ് വളരെ കുറയുകയും ചെയ്യും. ഇത് സംഭരണികളുടെ ആയുഷ്കാല ഉൽപാദനക്ഷമതയെ ബാധിക്കുകയും അതിൽ ചിലത് ശാശ്വതമായി നശിക്കുകയും ചെയ്യും. ഈ സാഹചര്യം മുന്നിൽ കണ്ടാണ് അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. വെടിനിർത്തലായതുകൊണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് തീരുകയുമില്ല. ഉപരോധം കാരണം ഇറാനെ ശ്വാസം മുട്ടിക്കാനും കഴിയും. ഗത്യന്തരമില്ലാതെ ഇറാൻ കീഴടങ്ങും എന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂട്ടരും. സമാധാന ചർച്ചകൾക്ക് നേരിട്ടല്ലെങ്കിലും പങ്കെടുക്കാമെന്ന് ഇറാൻ പറഞ്ഞത് ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സമാധാന ചർച്ചകൾക്ക് തിടുക്കം കൂട്ടുന്നില്ല. ദിവസങ്ങൾ വൈകുന്തോറും ഇറാന്റെ അവസ്ഥ കൂടുതൽ ദുർബലമാകുകയാണ്. അമേരിക്കൻ നിബന്ധനകൾ പാലിക്കാതെ വേറെ വഴിയില്ല എന്ന അവസ്ഥ സംജാതമാകും. അതും പ്രതീക്ഷിച്ചാണ് അമേരിക്ക മന്ദഗതിയിൽ കരുക്കൾ നീക്കുന്നത്. ഇറാൻ ഇപ്പോൾ ചർച്ചകളെ ഗൗരവമായി കാണുന്നുവെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത്. അവർ നേരിടുന്ന കുഴപ്പങ്ങളിൽ നിന്ന് സ്വയം കരകയറുന്നതിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടെന്ന് റൂബിയോ പരിഹസിച്ചു. പണപ്പെരുപ്പം, ഉപരോധങ്ങൾ തുടങ്ങിയവ ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വഷളാക്കി. സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ഇറാൻ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. അവയിൽ മിക്കവയും കൂടുതൽ മോശമായി എന്നും റൂബിയോ പറയുന്നു. സമാധാനത്തെക്കുറിച്ച് സംസാരം നടക്കുന്നതിന്റെ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ ശ്രദ്ധ നേടുകയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ. ഇസ്രായേൽ US ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ നടത്തിയ പ്രതികാര ആക്രമണങ്ങളോടുള്ള ഗൾഫ് സഖ്യകക്ഷികളുടെ ദുർബലമായ പ്രതികരണത്തെയാണ് അൻവർ ഗർഗാഷ് എന്ന ഉദ്യോഗസ്ഥൻ വിമർശിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ലോജിസ്റ്റിക് പിന്തുണ നൽകിയെങ്കിലും അവരുടെ രാഷ്ട്രീയ സൈനിക പ്രതികരണം പരാജയപ്പെട്ടുവെന്ന് അൻവർ ഗർഗാഷ് പറയുന്നു. ആക്രമണത്തിന്റെ സ്വഭാവവും അത് എല്ലാവർക്കും ഉയർത്തിയ ഭീഷണിയും കണക്കിലെടുക്കുമ്പോൾ GCCയുടെ നിലപാട് ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായതായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അറബ് ലീഗിൽ നിന്ന് പരിമിതമായ പ്രതികരണമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഗൾഫ് പങ്കാളികളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഗർഗാഷ് കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ സൈനികമായി തിരിയണമെന്ന് പരസ്യമായി പറഞ്ഞത് സൗദി അറേബ്യ മാത്രമായിരുന്നു. ഇതിനിടയിൽ ഇറാനെ സഹായിക്കുന്ന നടപടിയുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ അതിർത്തി ക്രോസിംഗുകളുമായി ബന്ധപ്പെട്ട തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ ഗതാഗത പാതകൾ ഇറാന് വേണ്ടി തുറന്നു. ഇറാനെ തങ്ങളുടെ പ്രദേശം വഴി മൂന്നാർ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് പാകിസ്ഥാൻ അനുവദിക്കുന്നത്. കറാച്ചി, പോർട്ട് ഖാസിം, ഖോദർ എന്നിവയെ തെക്കു പടിഞ്ഞാറൻ മേഖലയിലെ പ്രധാന ക്രോസിംഗുകളുമായി ബന്ധിപ്പിക്കുന്ന 6 റൂട്ടുകൾ വഴിയാണ് കപ്പൽ നീക്കം. ഇത് ഉടനടി പ്രാബല്യത്തിൽ വന്നു. US ഇറാൻ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചിയുടെ ഇസ്ലാമാബാദ് സന്ദർശന വേളയിലാണ് ഈ ഒരു തീരുമാനമുണ്ടായത്.